ഇനി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒരു വാർത്തയിലേക്കാണ്. ഇതിൽ മുരാരി ബാബുവിനെ SITയുടെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. റാന്നി കോടതിയുടേതാണ് നടപടി. സന്നിധാനത്ത് തെളിവെടുപ്പുണ്ടാകുമെന്ന് സൂചനയുണ്ട്. CK അഭിലാൽ വിവരങ്ങളുമായിട്ട്. അഭിലാൽ, മുരാരി ബാബുവുമായിട്ടുള്ള തെളിവെടുപ്പ് വളരെ പ്രധാനമാണ്. കാരണം സ്വർണം പൊതിഞ്ഞ പാളിയെ വെറും ചെമ്പുപാളിയാക്കി മാറ്റിയ മാന്ത്രികത കയ്യിലുള്ള ആളാണ്. അപ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ വേണ്ടി വരും. എന്തൊക്കെയാണ് വിവരം? ശബരിമല ശ്രീകോവിൽ കട്ടളപ്പാളികളുമായി ബന്ധപ്പെട്ട കേസിലും ഒപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട കേസിലും പ്രതിയാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള മുരാരി ബാബു. ഈ കേസിന്റെ തുടരന്വേഷണത്തിന്റെ ഭാഗമായി 4 ദിവസത്തെ കസ്റ്റഡിയാണ് SIT കോടതിയിൽ ആവശ്യപ്പെട്ടത്. ആ 4 ദിവസവും ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റാന്നി പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ഉത്തരവായിരിക്കുകയാണ്. നടപടി പൂർത്തിയാക്കി അല്പസമയത്തിനുള്ളിൽ പ്രതിയുമായി SIT സംഘം പുറപ്പെടും. ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള ചോദ്യം ചെയ്യൽ, അതോടൊപ്പം തന്നെ തെളിവെടുപ്പ് എന്നിവയാണ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നത്. ശബരിമലയിൽ പ്രതികളുമായി ഉള്ള തെളിവെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ളതിൽ വ്യക്തതയില്ല. അതിനൊരു സാധ്യതയാണ് കണക്കാക്കുന്നത്. നവീകരണത്തിന് കൊണ്ടുപോയത് സ്വർണ്ണപ്പാളികൾ ആണ് എന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിരിക്കവേ സ്വർണ്ണപ്പാളികളെ രേഖകളിൽ ചെമ്പ് പാളികൾ എന്ന് ബോധപൂർവം എഴുതി ചേർത്ത് തെറ്റിദ്ധാരണയ്ക്ക് ഇടവരുത്തി തട്ടിപ്പിന് കൂട്ടുനിന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് മുരാരി ബാബു നേരിടുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യാജരേഖ ചമയ്ക്കൽ, വിശ്വാസവഞ്ചന, ഗൂഢാലോചന, സ്വർണ്ണക്കൊള്ള തുടങ്ങിയവയ്ക്കെതിരായ വകുപ്പുകളാണ് മുരാരി ബാബുവിനെതിരെ അന്വേഷണ സംഘം ചുമത്തിയിട്ടുള്ളത്. ഈ കേസിൽ പിന്നാലെ ദേവസ്വം ബോർഡ് ഇയാളെ തൽസ്ഥാനത്തു നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. 2019 ഈ കേസ് ആസ്പദമായ സംഭവം ഉണ്ടാകുന്ന വേളയിൽ ശബരിമല സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു. അതേസമയം കേസിൽ നിലവിൽ SITയുടെ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി 30-ാം തീയതി, അതായത് മറ്റന്നാൾ അവസാനിക്കും. ശരി. CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്. മുരാരി ബാബുവിനെ SITയുടെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു റാന്നി കോടതി.